നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. മെയ് 3 നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കി. പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ 75 കോടി രൂപയുടെ പാഴ്ചെലവ്. അവയവ കച്ചവടത്തിൽ വിറ്റത് 25 പേരുടെ അവയവങ്ങൾ. നജീബിന്റെ ഡയറിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ക്ലിഫ് ഹൗസിലെ പശുക്കൾ ഇനി മൃഗസംരക്ഷണ വകുപ്പിന്റെ അതിഥികൾ. കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനം വിശദീകരണവുമായി P. ജയരാജൻ. മെയ് 3 നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കി. പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. മറ്റൊരു തീയതിയിൽ പരീക്ഷ വീണ്ടും നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചു. പരീക്ഷ പേപ്പർ ചോർച്ച, ക്രമക്കേട് CBIക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പുതിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഔദ്യോഗിക സൈറ്റുകൾ മാത്രം വിവരങ്ങൾക്കായി ആശ്രയിക്കുക. പുതിയ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അധിക പരീക്ഷാ ഫീസ് ഈടാക്കില്ലെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ നടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെന്ന് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. മത്സരിക്കാത്ത വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് പ്രത്യേക സാഹചര്യം വേണം. ജനങ്ങൾ തിരഞ്ഞെടുത്ത അംഗങ്ങൾ യോഗം ചേർന്ന് നേതാവിനെ തീരുമാനിക്കണം. ഇത് ജനങ്ങളെ അറിയിക്കും. മുഖ്യമന്ത്രിയാകാനുള്ള വ്യക്തി ആലപ്പുഴ MP ആകാൻ രാജസ്ഥാനിൽ നിന്നുള്ള MP സ്ഥാനം കാലാവധിക്ക് മുൻപ് രാജിവെച്ചു. ഇപ്പോൾ ആലപ്പുഴ MP ആണ്. ഇനി മുഖ്യമന്ത്രിയാകാൻ ഈ പദവിയും രാജിവെക്കണം. ഇതിലൂടെ 2 ഉപതിരഞ്ഞെടുപ്പുകൾ കൂടി ഉണ്ടാകും. ജനങ്ങളുടെ നികുതി പണം 75 കോടി രൂപയുടെ പാഴ്ചെലവാണെന്നും ഇവർ ആരോപിച്ചു. അവയവ കച്ചവടത്തിൽ വിറ്റത് 25 പേരുടെ അവയവങ്ങൾ. നജീബിന്റെ ഡയറിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അവയവദാന കച്ചവടത്തിനായി മുഖ്യപ്രതി നജീബിന്റെ അക്കൗണ്ടിലൂടെ 6 കോടിയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ച് 25 പേരുടെ അവയവദാനം നടത്തി. അവയവ കൈമാറ്റത്തിന് സഹായിച്ചെന്ന് സംശയിക്കുന്ന ആശുപത്രികളിലേക്കും അന്വേഷണം നീട്ടിയതായാണ് വിവരം. നജീബിനെതിരെ കൊലപാതകമടക്കം 12 കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. നജീബിനെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ക്ലിഫ് ഹൗസിലെ പശുക്കൾ ഇനി മൃഗസംരക്ഷണ വകുപ്പിന്റെ അതിഥികൾ. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ പരിപാലിച്ചിരുന്ന പശുക്കൾ ഇനി മൃഗസംരക്ഷണ വകുപ്പിന്റെ സംരക്ഷണയിൽ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 7 പശുക്കളെയാണ് പരിപാലിച്ചിരുന്നത്. ഇവയെ തൃശൂർ പുത്തൂരിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ ഫാമിലേക്ക് മാറ്റി. 3 ദിവസം മുമ്പാണ് പശുക്കളെ ക്ലിഫ് ഹൗസിൽ നിന്നും ബോർഡിലെ ജീവനക്കാരെത്തി കൊണ്ടുപോയത്. ക്ലിഫ് ഹൗസിലേക്ക് KLDB ആണ് പശുക്കളെ നൽകിയത്. പശുക്കളെ ചുമതലയുള്ളവർ അവയെ തിരികെ നൽകാൻ സന്നദ്ധത അറിയിച്ചതോടെയാണ് തീരുമാനം. കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനം വിശദീകരണവുമായി P. ജയരാജൻ. കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനത്തിൽ വിശദീകരണവുമായി CPIM നേതാവ് P. ജയരാജൻ. കോടതിയിൽ പോകുന്ന വഴിക്ക് യാദൃശ്ചികമായാണ് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കൊടുങ്ങല്ലൂർ കാവിനെ കുറിച്ച് വായനയിലൂടെ അറിഞ്ഞുവെന്നും അതിനാലാണ് അവിടെ നേരിട്ട് പോയി എല്ലാം കാണണമെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമല്ല. ചരിത്രത്തെയും സമൂഹത്തെയും മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. താൻ ഭക്തനായി മാറിയെന്ന് പറയുന്നവരോട് സഹതാപം മാത്രമാണെന്നും P. ജയരാജൻ പറഞ്ഞു.